ഹലോ എൻ്റെ കുഞ്ഞുമക്കളെ, പല ആൾക്കാരും പല സ്വഭാവമാണ്, സംഭവമൊക്കെ ശരി അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുണ്ട്. എന്തെന്നറിയോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയും ഭർത്താവും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ആണ് ഇക്കാര്യം ജീവിക്കുന്നത്. ചിലപ്പം കല്യാണം കഴിക്കുന്ന ടൈമിൽ പറ്റ പാപ്പരായതാവും ചിലപ്പം പുതിയാപ്പിള, പക്ഷെ ചിലപ്പം കോടീശ്വരനാവും. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ കോടീശ്വരൻ ചിലപ്പം ദരിദ്രവാസിയായി മാറും. അതിപ്പോ ഏത് മനുഷ്യനും അത്രേ ഉള്ളൂ. ഏത് കോടീശ്വരൻ ചിലപ്പം എന്താ പറയാ, ദരിദ്രവാസി ചിലപ്പം കോടീശ്വരനാവും. അത് ഇതിൽ പറഞ്ഞത് സത്യത്തിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു അനുഭവമാണ്. അത് പറഞ്ഞു വന്നത് എന്താ അറിയോ? ചില പെണ്ണുങ്ങള് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോ, ഓ അനക്ക് എന്തായിരുന്നില്ലേ, അനക്ക് എന്താ പറയാ, ആ ഇന്ന ആള് വലിയ കോടീശ്വരന്റെ മോൻ വന്നതായിരുന്നു, അല്ലെങ്കിൽ അവരെന്നോട് എന്നെ ചോദിച്ചതായിരുന്നു, അല്ലെങ്കിൽ മറ്റോന് എന്നെ ചോദിച്ചതായിരുന്നു, വലിയ പൈസക്കാരെ മക്കളോ ഇതൊക്കെ ട്ടാ, അവരൊക്കെ എന്നോട് എന്നെ ചോദിച്ചായിരുന്നു. ഓ എൻ്റെ ഒരു വിധിയില്ലേ. ഇത് കേൾക്കുമ്പോ ആ പെണ്ണിന് എന്താ തോന്നുക? അവര് സുഖസുന്ദരായിട്ട് ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ വ്യക്തികൾ ആരും അല്ലല്ലോ ചെലവിന് കൊടുക്കണത്, ആ കെട്ടിച്ചോനല്ലേ ചെലവിന് കൊടുക്കണത്, അല്ലെങ്കിൽ ആ കുടുംബത്തിനെ നോക്കണത് ആ ചെക്കൻ തന്നെയല്ലേ. ഓഞ്ചിപ്പോ ചിലപ്പം കള്ളുവോ കഞ്ചാവോ വലിച്ചിട്ട് ഓളം വന്നിട്ട് അടിക്കുകയോ പിടിക്കുകയോ ഒന്നും എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഒക്കെ രസാ. പക്ഷെ കുറച്ച് താഴ്ച വന്നിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് ചിലപ്പം കുറച്ച് താഴ്ച എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോ ഈ പറഞ്ഞ വ്യക്തികളും മക്കളൊക്കെ ഭയങ്കര ചിലപ്പോൾ നല്ല നല്ല വലിയ ഉയർന്ന സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ സമാധാനം സന്തോഷം ഉണ്ടാവണമെന്നൊന്നും ഉണ്ടാവില്ല. വലിയ പൈസക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് വിചാരിച്ചിട്ട് സന്തോഷവും സമാധാനം ഒന്നും ഉണ്ടാവണമെന്നില്ല. പാവപ്പെട്ടവനാണ്, കൂലിപ്പണിക്കാരനാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ നല്ല മനോഹരമായിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാവും ജീവിക്കണത്. അല്ലെങ്കിൽ ഈ പൈസ പറഞ്ഞ വ്യക്തികളോടടുത്ത് പോയിട്ട് ഒരു 10 റുപ്യ അങ്ങോട്ട് തരീന്ന് പറഞ്ഞിട്ട് ഒരു അവസ്ഥ അവൻ വരുത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു എന്താ പറയാ, ഈ ഡ്രസ്സ് നന്നില്ല, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്ങനെ ആയിപ്പോയിന്ന് അങ്ങനെ വരുത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഈ കാണുന്ന പെണ്ണുങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, അന്ന് അവൻ ചോദിച്ചിരുന്നു, ഇവൻ ചോദിച്ചിരുന്നു, ഇങ്ങനെ ആക്കിയിരുന്നു. പക്ഷെ അത് കേൾക്കണ ആ ഭർത്താവിന് എന്താ ഉണ്ടാവുക എന്നറിയോ? മാനസികമായിട്ട് എന്താ പറയാ, കുടുംബത്തോടൊരു പുച്ഛ ഉണ്ടാവുക. അത് ആരാണെങ്കിലും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാല് പടച്ച റബ്ബ് തന്നതാണ് അല്ലേ. എല്ലാ കഴിവുകളും കഴിവില്ലായ്മയും എല്ലാം പടച്ചോൻ തരണാണ്. നമ്മളൊക്കെ എന്താ ചിന്തിക്കണെന്ന് അറിയോ? എപ്പോഴും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് രോഗങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹിന്റെ മുന്നിൽ ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരാളെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ എത്താതിരിക്കാൻ. അതാ പുതിയാപ്പിള അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് ഉണ്ടാവും. ഇതിങ്ങനെ പെണ്ണുങ്ങൾ കൂടുന്നിടത്തുള്ളൊരു സംഭവമാണ്. അവൻ ചോദിച്ചിരുന്നു, ഇവൻ ചോദിച്ചിരുന്നു, അന്ന് അവൻ വലിയ കോടീശ്വരനാവും. ഇപ്പൊ അല്പം കുത്തുവാളെടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടിട്ടാ. എല്ലാ പുതിയാപ്പിളാർക്കും കിട്ടുന്നതാണ്. കുറച്ചൊന്നും